കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഔഷധഗുണങ്ങളേറെയുള്ള ശുദ്ധമായ കൂവപ്പൊടി അത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൂവക്കിഴങ്ങിൽ നിന്നും അത് പൊടിയാക്കി മാറ്റുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ കൂവ കുത്തിയെടുത്തുകൊണ്ട് വന്ന കൂവ കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുക്കുക. അതിലുള്ള വേരും മണ്ണും എല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് തൊലിയൊക്കെ ചെത്തിയ മണ്ണെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത് കഴുകുന്നത്. ആദ്യം ഒന്ന് കഴുകി വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നിന്നിട്ട് കഴുകി അതിനുശേഷം അത് ഇതുപോലൊരു ചെരുവത്തിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി കഴുകുന്നു. രണ്ട് തവണ കഴുകിയെടുത്ത് അടുത്ത പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നതാണ്. ഇത് മുഴുവനും കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ഉരച്ചെടുക്കുകയാണ്. അതായത് ഒരകോലുണ്ട്, ഒരകോല് കൊണ്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴുകി ഉരയ്ക്കാൻ പാകത്തിനാക്കി നിർത്തിയിരിക്കുന്നതാണിത്. ഇതാണ് നമ്മുടെ ഒരകോല്. ഒരകോല് കൊണ്ട് ഇത് ഉരച്ചെടുക്കുമ്പോൾ ഈ കൂവ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. അങ്ങനെ ഉരച്ച് എടുക്കുന്നതാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. അത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു മിക്സിയിൽ അടിച്ചെടുക്കുക എന്നുള്ളത്. ഇത് അരിഞ്ഞെടുക്കുക. ഈ കൂവ എല്ലാം കത്തി കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതുള്ളത്. അത് ഇതിനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഒരുപാടുള്ളപ്പോൾ ഇതിപ്പോൾ 10-60 കിലോയോളം ഞങ്ങൾ ഇത് ചെയ്യുകയാണ്. 60 കിലോ ഒക്കെ മിക്സിയിൽ അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നത് തന്നെയല്ല, കറണ്ട് ചാർജ് ഒരുപാടാവും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് ബൾക്കായിട്ടുള്ളപ്പോൾ നമുക്ക് മിക്സിയിൽ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതുണ്ട്. ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ചെയ്യാവുന്ന നിസ്സാരമായിട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു വാവട്ടമുള്ള വലിയൊരു ചരുവോ അതുപോലെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ വൃത്തിയുള്ള ഒരു തുണി കെട്ടണം. തുണി നമ്മൾ ഡബിൾ മുണ്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലും വെള്ള തുണി ആയിരിക്കും നല്ലത്. ഇതുപോലെ കെട്ടിയെടുക്കുക. ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായിട്ട് മുറുക്കി തന്നെ കെട്ടുക. അതിനുശേഷം നമ്മളിതിൽ ഒരു 1/4 ഭാഗത്തോളം ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം, അതായത് ഈ തുണി വെള്ളത്തിൽ മുങ്ങി നിൽക്കാവുന്ന ഭാഗത്തിന് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ ചീത്ത വെള്ളമാണെന്ന് കരുതരുത്. നമ്മൾ ഉരച്ചതിൻ്റെ ആ കോല് കഴുകിയ വെള്ളമാണത്. അതുകൊണ്ട് നല്ല വെള്ളം തന്നെയാണ്, അതിൽ പൊടിയുണ്ട്. അപ്പം ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഉരച്ച് എടുത്ത് ഈ ബക്കറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ എന്താ പറയുക തേങ്ങാപ്പീര പോലെ ഇരിക്കുന്ന കൂവ തേങ്ങാപ്പീര പോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഈ വെള്ളത്തിൽ ഈ തുണിയുടെ മുകളിലിട്ട് വെള്ളത്തിൽ മുട്ടിക്കിടക്കാവുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കഴുകി നന്നായിട്ട് കൈ കൊണ്ടിട്ട് ഞരടി കഴുകുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച് ഇതിലുള്ള പൊടി, കൂവപ്പൊടി എന്ന് പറയുന്നത് വളരെ നൈസ് പൊടിയാണ്. നമ്മൾ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കഴിഞ്ഞ് നൈസ് പൊടിയാണ്. അപ്പോൾ അത് ഈ തുണിയിലേക്ക് അരിച്ച് ഇറങ്ങി താഴത്തെ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേരുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കഴുകി മാറ്റിയിട്ടേക്കുന്ന ചണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പം ഞങ്ങൾ 3ാമത്തെ പാത്രമാണ്. അതായത് വലിയ ചരുവത്തിൽ തന്നെ 2 ചരുവം പിഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് പിഴിഞ്ഞു വരുമ്പോൾ 3ാമതൊരു ബക്കറ്റ്, ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റാണിത്. അതിൽ ഏകദേശം നിറച്ചുണ്ടാവും. ഇതാണ് ആദ്യം പിഴിഞ്ഞ 2 ചരുവെന്ന് പറയുന്നത്. ഇത് ഏകദേശം അതൊരു 15-20 ലിറ്റർ വീതം ഉണ്ട്. മൊത്തം ഒരു 50-60 ലിറ്ററോളം കൂവയാണ് ഇന്ന് പിഴിഞ്ഞത്. ഇത് ഇനിയിപ്പോൾ നാളെ ചെയ്യാനുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നാളെ കഴുകാനുള്ള കൂവയാണ് ആ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഒരു ദിവസം, അതായത് ഇന്നിപ്പോൾ പിഴിഞ്ഞത് വൈകുന്നേരമായി. പിഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഫുൾ ഡേ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു രാത്രി മുഴുവൻ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നാളെ നേരം വെളുക്കുമ്പോഴാണ് നമ്മളിത് ഊറ്റുന്നത്. ഇന്നലെ ഒരു രാത്രി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാവിലെ ഇത് ഊറ്റുന്നതാണ് കാണുന്നത്. ഊറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ പൊടി മുഴുവൻ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഊറ്റിക്കളയാന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടെന്ന് പറയും, പൂവയുടെ കട്ട്. ഈ പോകുന്നത് പൊടിയല്ല, പൊടിയാന്ന് തോന്നുമെങ്കിൽ അത് പോകുന്നത് പൊടിയല്ല, അത് കട്ടാണ്, പൂവയുടെ കട്ട്. ഈ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഈ പൊടി എന്ന് പറയുന്നത്.
ഇതിപ്പോൾ ആ ഒരു ചരുവത്തിൽ നിന്ന് അത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇതും ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ കട്ട് കളയാനായിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കുക എന്നുള്ളതാണ്. കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നന്നായിട്ട് അലിപ്പിക്കുക. അലിയിച്ച് വെള്ളത്തിലേക്ക് ഇത് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കട്ടും പൊടി എല്ലാം കൂടി അലിയും. കട്ടിനെ കഴിഞ്ഞും ഭാരം കൂടുതൽ പൊടിക്കായതുകൊണ്ട് പൊടി ഏറ്റവും അടിയിലടിയും കട്ട് അതിൻ്റെ മുകളിലായിട്ട് അടിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് കട്ട് മാത്രം കഴുകി കളയുകയും പൊടിയായിട്ട് എടുക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് കൂവയിൽ നിന്നും പൊടി എടുക്കുന്നത്. ആ അടിയിൽ കാണുന്നതാണ് പൊടി, ഈ ഒഴുകി പോകുന്നത് കട്ടാണ്. അപ്പോൾ ഇനിയും ഇതിൽ കട്ട് പോയിട്ടില്ല, മുഴുവൻ പോയി തീർന്നിട്ടില്ല. അപ്പം നമ്മളിത് ചെയ്യുന്നത് ഇത് മുഴുവൻ ഇളക്കുക. അത് നല്ല കട്ടി പിടിച്ചായിരിക്കുന്നത്, പശ പോലെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് കുത്തി ഇളക്കി ഇത് ഈ വെള്ളത്തിലേക്ക് അലിയിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇത് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും, നല്ല പാല് പോലെ വരും. ഇതിങ്ങനെ ഇളക്കി പാല് പോലെ ആക്കി മൂന്നും കൂടി കൂട്ടി ഒന്നിച്ച് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം എന്തോരം ഒഴിക്കുക അത്ര നല്ലതാണ്. വെള്ളം ഒഴിക്കുന്നതും അത് പൊടി തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കട്ടെന്ന് പറഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും, അതുപോലെ വേറെ ചുവയൊക്കെ ആയിരിക്കും. നമ്മൾ കൂവപ്പൊടി വായിലിട്ട് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പൊടി പോലെ അലിഞ്ഞു പോകുന്നൊരു സാധനമാണ് കൂവപ്പൊടി. യാതൊരുവിധ കയ്പോ ചുവയോ ഒന്നും ഉണ്ടാവുന്നില്ല. ശുദ്ധിയാക്കൽ പ്രക്രിയ എന്ന് പറയുമ്പോൾ കുറഞ്ഞതൊരു 7 തവണയെങ്കിലും നമ്മളിത് ഇതുപോലെ തന്നെ കലക്കി കഴുകിയെടുക്കേണ്ടതുണ്ട്. കലക്കി കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഊറ്റുമ്പോഴും ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് നമ്മൾ കറക്കി അലിയിപ്പിച്ച് വെള്ളത്തിലൂടെ അലിയിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഏഴാമത്തെ കഴുകിൽ ഇതിലെ കട്ട് മുഴുവൻ പോയിട്ടുണ്ടാവും. ശുദ്ധമായിട്ട് തന്നെ പൊടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന പൊടി എത്രത്തോളം ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എല്ലാം ബിസിനസ് ആണല്ലോ. അവർ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടോ അതോ പണത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. ഈ കുറഞ്ഞത് 7 തവണ, എത്ര തവണ കഴിയാൻ നല്ലതാണ്. എന്നാലും 7ാമത്തെ തവണ ഇതിൽ കട്ട് മുഴുവൻ പോയിട്ടുണ്ടാവും. ഈ പച്ച കളറിൽ ഈ പൊങ്ങിക്കിടക്കുന്ന ഈ കാണുന്നതാണ് ഈ കൂവയുടെ കട്ട്. ഇത് നമ്മൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാല് പോലെ തെളിഞ്ഞു വരും. ഇത് ഫസ്റ്റ് നീര് കഴുകുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് നന്നായിട്ട് നമുക്കിത് ഓരോ തവണ കഴുകിയെടുക്കുന്നതോറും ഇത് തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. തെളിഞ്ഞു വന്നും അതിലുള്ള എല്ലാ അഴുക്കും കാര്യങ്ങളും എല്ലാം പോയി നല്ല ശുദ്ധമായിട്ട് തന്നെ കിട്ടുന്ന, ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണപ്രദമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കൂവപ്പൊടി. നമ്മൾ ഏകദേശം ഒരു 60 ലിറ്ററോളം കൂവയാണ് പിഴിഞ്ഞു വെച്ചിരുന്നത് 3 പാത്രത്തിലായിട്ട്. ഇപ്പം നമുക്കൊരു 4-5 ലിറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഈ 5 ലിറ്ററും പൊടിയല്ല. ഇതിൽ നിന്ന് ഇത് ശുദ്ധമായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോ കിട്ടും. നമ്മളിപ്പോൾ ആദ്യത്തെ ഊറ്റി ഇത് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂവയുടെ മട്ടും അതുപോലുള്ള ഇതൊക്കെ ഉണ്ടാവും. കൂവയുടെ അംശങ്ങളൊക്കെ നമ്മൾ തുണിയിട്ട് അരിച്ചതാണെങ്കിലും അതിൽ കൂവയുടെ അംശങ്ങളൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ആദ്യത്തെ ഒരു ഊറ്റിന് നമ്മളിത് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വലിയ കരടും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെറിയ അരിപ്പായതുകൊണ്ട് അത് വീഴുന്നില്ല. വലിയ അരിപ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ വലിയ അരിപ്പ് എടുത്ത് അപ്പോൾ ഈ അരിപ്പ് വെച്ച് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഊറ്റിൽ കിട്ടും. കിട്ടിയതിന് ശേഷം നമ്മൾ ഈ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെക്കണം. ഇതിപ്പോൾ ഏകദേശം വെള്ളം ഉണ്ട്, ഒരു 5-6 ലിറ്ററോളം വെള്ളം ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇത് പോരാ, കുറച്ചുകൂടി വെള്ളം ഈ ഒരു ഉരുളിയിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പം നമ്മളിത് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഊറ്റുമ്പം ഇത് കണ്ട നമ്മൾ ആദ്യം പിഴിഞ്ഞ കൂവയിലുള്ള അഴുക്ക് കാര്യങ്ങളാണ്, ആ മണ്ണും അതുപോലുള്ള അഴുക്കാണ് നമ്മൾ ഇതിൽ അടിയിലടിഞ്ഞിരിക്കുന്നത്. അത് പൊടിയിലേക്ക് വീഴാതെ നമ്മൾ കാണുന്നതാണ് അഴുക്ക്, മണ്ണാണത്. അപ്പോൾ അത് പൊടിയിലേക്ക് വീഴാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് അതിലേക്ക് ഊറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയാകുമ്പോൾ 2ാമത്തെ ഊറ്റാവുന്നതാണ്. ഇതിപ്പം ഉച്ചയായപ്പോഴത്തേക്ക് 2ാമത്തെ ഊറ്റാണ് നമ്മൾ ഊറ്റുന്നത്. ഇതിപ്പോൾ കളർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പൊടി തെളിഞ്ഞിട്ടില്ല. തെളിയണമെങ്കിൽ സമയമെടുക്കും. നമ്മൾ ഈ ഒഴിക്കുമ്പോഴത്തേക്ക് അടിയിലായിട്ട് വന്ന് കിടക്കുന്നതാണ് കട്ട്. നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ഇളക്കുകയാണ്. മുഴുവനുമായിട്ട് അങ്ങ് ഇളക്കി 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 വീണ്ടും അത് പാല് പോലെ ഒന്ന പോലെ കണ്ട നല്ല കട്ടിയിലാണ് അടിയിൽ അതിരിക്കുന്നത്. പൊടിയാണ് നല്ല അടിയിൽ കട്ട പിടിച്ചിരിക്കും. അതിങ്ങനെ കൈകൊണ്ട് ഇളക്കി 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 ഞരടി 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 പാല് പോലെ ഇതിലേക്ക് മിക്സ് ആവും. നന്നായിട്ട് പാല് പോലെ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും അതുപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ടും അലിഞ്ഞ് ചേരാൻ നമ്മൾ നോക്കണം. ചേരാതിരിക്കരുത്. ഒട്ടും അടിയിൽ കട്ട പിടിച്ച് കിടന്നാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കട്ട ഉണ്ടാവും. കട്ട എന്ന് പറഞ്ഞാൽ കയ്പ്പാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ഇത് പാല് പോലെ ആവും. നൈസ് പൊടിയായതുകൊണ്ട് ഇത് പാല് പോലെ വെള്ളത്തിൽ അലിഞ്ഞ് ചേരും. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ അതിൽ അലിച്ച് ചേർക്കണം. ഒട്ടും അലിയാതെ കിടക്കരുത്. അലിയാതെ കിടക്കുമ്പോഴാണ് ആ പൊടിക്ക് ചുവവ്യത്യാസം, കയ്പും അതുപോലുള്ള അഴുക്കുകളൊക്കെ ഈ പൊടിയിൽ ഉണ്ടാകുന്നത്. മൊത്തമായിട്ട് തന്നെ ഇതിങ്ങനെ അലിയിപ്പിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പാല് പോലെ ആവും. പിന്നെ ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അലിയിച്ച് ചേർക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മളൊരു 3 മണിക്കൂർ സമയത്തേക്ക് അത് വെക്കുകയാണ്. അതിനുശേഷം ഇത് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞ് അത് ഉടച്ച് വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ നമ്മളൊരു 7 തവണ ചെയ്തെടുക്കണം. ചിലവരിങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, 2-3 തവണ ഇത് കഴുകിയെടുത്താൽ തന്നെ വൃത്തിയാവും എന്നുള്ളത്. അത് തികച്ചും തെറ്റാണ്. 7 തവണയെങ്കിലും കുറഞ്ഞത് വേണം കൂവപ്പൊടി വളരെ വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഗർഭിണികൾക്ക് വളരെ അത്യുത്തമമാണ്. അതുപോലെ എളുപ്പം ദഹിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൊടുക്കാം. പിന്നെ വയറിന്റെ ആരോഗ്യത്തിന്, ഈ മൂത്രത്തിക്കല്ല്, മൂത്രത്തിപ്പഴുപ്പ് പോലുള്ള എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് കൂവപ്പൊടി ഒരു ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ ശരീരത്തിന്റെ ആസിഡ്, ആൽക്കലി ഇവയെല്ലാം ബാലൻസ് ചെയ്ത് നിർത്താൻ വളരെ നല്ലൊരു ഔഷധമാണ്. പിന്നെ അലർജി, അതുപോലെ തടി കുറയ്ക്കാൻ, ചർമ്മത്തിന്റെ ആരോഗ്യം, അതുപോലെ പ്രോട്ടീൻ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ കൂവപ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഒരല്പം എടുത്ത് ഒരു കുറുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഊർജം, ശരീരത്തിന് നല്ല ഊർജം ലഭിക്കുന്നതാണ്. പിന്നെ എല്ലുകളുടെ തേയ്മാനത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ വൃക്കകളുടെ പ്രവർത്തനം, വൃക്കകളുടെ ആരോഗ്യം, പരിപാലനം, ഇതിനെല്ലാം കൂവപ്പൊടി നല്ലൊരു ഔഷധമാണ്. അപ്പൊ ഇത് നിങ്ങൾ ശുദ്ധമായ കൂവപ്പൊടി തന്നെ ഉപയോഗിക്കുക. കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് ശുദ്ധമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീഡിയോയുടെ നീളം കൂടി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഊറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു അല്പം സ്പീഡ് കൂട്ടി വിട്ടത്. നമുക്ക് 7 മുതൽ നമുക്ക് നോർമലായിട്ട് തന്നെ കാണാം. ഇതിപ്പോ 7ാമത്തെ ഊറ്റാണ് നമ്മൾ ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉടച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച് വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ അതിൽ നിന്ന് കട്ടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വെയിലത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നല്ല വെയിലുണ്ട്. നല്ല വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഈ പാത്രം. ഇങ്ങനെ ഇതിനെ ഒരു 2 മണിക്കൂർ സമയം ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതിപ്പോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് പാത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളൊരു സ്റ്റീലിന്റെ ഒരു ചട്ടകോ സ്പൂണോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇത് കണ്ടപ്പോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുത്തി 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 ചെറുതായിട്ട് പീസായിട്ട് ഇങ്ങനെ അടത്തിയെടുക്കുക. അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കാം. മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഇത് അതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്നും കൂടി വെയിലത്ത് വെക്കേണ്ടതുണ്ട്. ഇത് അടത്തി മുഴുവൻ എടുത്തെന്ന് പറഞ്ഞാലും ഉള്ളൊക്കെ അത്ര അങ്ങ് കറക്റ്റായിട്ട് ഉണക്കായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളിത് കൈകൊണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി വെയിലത്ത് കൊള്ളിക്കും. വെയിൽ കൊള്ളിക്കാന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് വെയിൽ കൊള്ളണം. പൊടിയിൽ ഒരു അല്പം പോലും വെള്ളത്തിന്റെ അംശമില്ലാതെ തന്നെ ഇത് ഉണങ്ങിയെടുക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മളിത് വെയിൽ കൊള്ളിച്ച് വീണ്ടും എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം മുഴുവൻ കുത്തിയെടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുള്ള ഒരു പാത്രം, ഒരു ഉണക്കായിടാനുള്ളൊരു എന്തെങ്കിലും ഒരു ഷീറ്റോ പാത്രമോ എന്തെങ്കിലും എടുത്ത് അതിലേക്ക് ഇട്ടേച്ച് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ 2 കൈ കൊണ്ടും ഇങ്ങനെ തിരുമ്മി ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉടച്ച് മുഴുവനും എടുത്തതിന് ശേഷം നേരെ ഇത് വീണ്ടും വെയിലത്തോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ശുദ്ധി ചെയ്തെടുക്കുന്ന കൂവപ്പൊടി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വയറിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും നല്ലതാണ്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം. വളരെ നല്ലതാണ്.
അപ്പോൾ ഇതുപോലെ ശുദ്ധി ചെയ്ത കൂവപ്പൊടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് നൽകുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് നൽകുന്നതാണ്, നമുക്കതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് വെയിലത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ വെയിലത്ത് വെക്കുന്നതിന് ഒരു രാവിലെ വെച്ചാൽ ഒരു ദിവസം മുഴുവൻ വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും. ഇത് വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതായിട്ട് കിട്ടണം. അപ്പോൾ നല്ല വെയിലുള്ളിടത്ത് വെച്ച് ഇത് വീണ്ടും ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഈ കട്ട ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചെന്നോടത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് വായിലിട്ടാ അത് അലുത്തു പോകും. അങ്ങനെയാണ് ഈ പൊടി. അപ്പൊ ഇത് നമ്മളിത് നല്ല വെയിലുണ്ട്, നമ്മൾ വെയിലത്തോട്ട് വെക്കുകയാണ്. വെയിലത്ത് വെച്ചത് വീണ്ടും അത് നിരത്തിയിടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. അപ്പൊ ഈ പൊടി ഈ കട്ട അങ്ങനെ കിടന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെയിൽ കൊണ്ട് ഇതിപ്പോ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ വെച്ചാണ്, ഒരു ദിവസത്തെ മുഴുവനും വെയിൽ കൊണ്ടു. അപ്പൊ അതാ കട്ടയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് കട്ട ഉണ്ടെന്ന് പറഞ്ഞ് ഇതിന് ഗുണത്തിന് വ്യത്യാസമൊന്നുമില്ല. കട്ടയുണ്ടെങ്കിലും പൊടിച്ചാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഞാനിത് മുഴുവൻ പൊടിക്കുന്നില്ല, ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ച് പൊടിക്കുന്നതേ ഉള്ളൂ. ഇതാ മിക്സിയിലിട്ട് നമ്മൾ ഒരു 20 സെക്കൻഡിൽ കൂടുതൽ നമ്മളിത് അടിക്കേണ്ടതില്ല. ഒന്ന് കറക്കി എടുക്കുക, അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളിത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുക്കുന്നുണ്ട്, കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. വിലയൊക്കെ ഞാനിപ്പോ പറയുന്നില്ല. ആവശ്യക്കാരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മളിത് ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഈ കൂവപ്പൊടി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമായതുകൊണ്ടും പിന്നെ ഇത് നമ്മുടെ സ്വന്തം സംരംഭം ആയതുകൊണ്ടുമാണ് ഈ ചാനലിലൂടെ ഇതും കാണിക്കാമെന്ന് വെച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ കൂവപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.